സത്യം പറയാലോ, യൂട്യൂബിലൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ മാത്രം പരിപാടികളൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ ഇവിടെ വീട്ടിൽ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ചെയ്യണ സമയത്ത് ഒന്നല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും എനിക്കുണ്ടാവില്ല. അപ്പോൾ വിചാരിക്കും നാളെ ആവാം, പിന്നെ ആവാം എന്ന്. എപ്പോഴും ഷോർട്സ് ഇടുമ്പോൾ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് ഈ ഷോർട്സ് മാത്രം ഇട്ടാൽ മതിയോ വീഡിയോ എടുക്കണ്ടേന്നൊക്കെ. പിന്നെ അതേ നമ്മുടെ അമ്പൂരിനാളൊക്കെ കഴിഞ്ഞു. ഈ വെയ്സിന് വീട്ടിൽ കൊണ്ടുപോകാൻ ഇനിയും കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ മാമ തന്നെയാണ്. മാമയുടെ വീട്ടിലത്തെ പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴേക്കും മാമയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടില്ല. അപ്പം മിക്കപ്പോഴും മമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നേരെ മാമ എടുത്ത് മാമയുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ആ വേസ് നമ്മൾ മാമയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ദേ വീട്ടിൽ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ആൾ ഞാനല്ല, പപ്പയും മമ്മയാണ്. നനയ്ക്കുക, വെള്ളം ഒഴിക്കുക, വളമിടുക, ട്രിം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നത് പപ്പയും മമ്മിയും കൂടിയിട്ടാട്ടോ. ഈ ഒരു ചെടിയുടെ പേരെന്തോ ഗോൾഡൻ കസ്കേഡ് അങ്ങനെ എന്തോ എന്നാ തോന്നുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. പിന്നെ നിലത്ത് ഇതിൻ്റെ ലീവ്സും പെറ്റൽസൊക്കെ വീടെടുക്കുന്നത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ ആയിട്ടാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മറന്നുപോയി. ഇതെൻ്റെ അനിയൻ ചേച്ചി ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞതാട്ടോ. ഈ ജയിച്ചിട്ടിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, ബുക്സൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. ഒരു 2-3 പേജസ് ഞാൻ വായിച്ചു നോക്കി. മോട്ടിവേഷൻ സെറ്റപ്പാണ്, നല്ല ബുക്കാണെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളവർ വായിച്ചു നോക്കുക. പിന്നെ ചില സമയത്ത് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആയിരിക്കും. അപ്പോൾ അതേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. വീട്ടിലുണ്ടേ മാത്രം കേട്ടോ. ലഞ്ചിന് കറിയൊക്കെ വീട്ടിലുണ്ട്, പക്ഷെ പപ്പയുടെ വക ചെറിയൊരു ഡെക്കറേഷനും പരിപാടികളൊക്കെ വീണ്ടും വന്നു കേട്ടോ. കുറച്ച് സബോളയും മുളകും കുറച്ച് മസാലയൊക്കെ ഇട്ട് പപ്പ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആക്കി എടുത്തു കേട്ടോ. ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം നന്നായിട്ടുള്ള ആളാണ് കേട്ടോ പപ്പ. ദേ ഈ ടൈപ്പ് ബൊഗൈൻവില്ലേനെ അന്വേഷിച്ചാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ വൈറ്റും പിങ്കും ഇനി ഏതൊരു 5 കളേഴ്സും കൂടി വരും എന്നാണ് പറഞ്ഞത്. അറിയില്ല ഇനിയിപ്പോൾ എത്ര കളേഴ്സ് വരുന്നത്, നമ്മൾ കാത്തിരുന്ന് നോക്കണം. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. ഇതൊരു വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു പിങ്ക്, റെഡ്, ഈ കളേഴ്സൊക്കെ ഇവിടെ കാണാറുണ്ട്. പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, ഒരു ഫാമിലി ഫ്രണ്ട് ടൈപ്പ് ആട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനാട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് വന്നത് ഇവരുടെ ഫുഡാട്ടോ. ഫുഡെന്ന് പറയുമ്പോൾ ഒരുപാട് ഫുഡൊന്നുമില്ല, ഒരു മിനിമം മീഡിയം റേഞ്ച് ഫുഡായിരുന്നു. പക്ഷെ ഡെസേർട്ടിൻ്റെ സെക്ഷൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഇഷ്ടം പോലെ വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.